നെക്സ്റ്റ് പ്രഷർ ഇൻ എ യൂട്യൂബ്. ഒരു ചെറിയൊരു കാര്യം പറയാനാണ്. ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ ഒരു ചെറിയൊരു സിമ്പിളായുള്ളൊരു കാര്യം പറയാണ്. യൂട്യൂബ് യു ഷേപ്പിലുള്ള ഒരു ട്യൂബ് കൺസിഡർ ചെയ്യാം. യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്. എക്സാക്ട്ലി യു ഷേപ്പിലാവണമെന്നൊന്നുമില്ല, ഒരു യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണിത്. ഇതിനകത്ത് 2-3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് നിറച്ച് വെച്ചിട്ടുണ്ട്, കേട്ടല്ലോ. ഉദാഹരണത്തിന് ഇവിടെ കുറച്ച് ഫ്ലൂയിഡ്, എന്തെങ്കിലും വാട്ടർ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കും. ഇതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഇത്രയും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കും, കേട്ടല്ലോ. വേറൊരു ഫ്ലൂയിഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഒരേ ലെവലിൽ വരണമെന്നില്ല, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സാണ്. ഞാനൊരു സിമ്പിളായുള്ളൊരു കാര്യം പറയാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ ഫ്ലൂയിഡിൽ ഒരേ ലെവലിൽ ഒരേ പ്രഷറായിരിക്കും. അതായത് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കട്ടെ കേട്ടോ. ഇവിടെയുള്ള പ്രഷർ എത്രയാണോ അതേ പ്രഷർ തന്നെയായിരിക്കും ഇവിടെയും വരാം. ഇത് എ ആണെന്ന് വിചാരിക്കുക, ഈ പോയിൻ്റ് ബി ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അത് ആ പോയിൻ്റ് ഒരേ ഫ്ലൂയിഡിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, ഒരേ ഫ്ലൂയിഡിലാണ് എങ്കിൽ അവിടെയുള്ള പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു ലൈനും കൂടി വരച്ചേക്കട്ടെ. യെല്ലോ കളറിലുള്ള ടച്ച് ചെയ്ത് ഈ ബൗണ്ടറി കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരെണ്ണം വരച്ചു. ഈ പോയിൻ്റ് സി ആണെന്ന് വിചാരിക്കുക, ഈ പോയിൻ്റ് ഡി ആണെന്ന് വിചാരിക്കുക. സിയും ഡിയും എന്താണ്, ആ യെല്ലോ കളറിലുള്ള ഫ്ലൂയിഡിൽ തന്നെയാണ്. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബൗണ്ടറിയിലാണെന്ന് വിചാരിക്കുക, ഏകദേശം ബൗണ്ടറിയിലാണ്. ഇത് രണ്ടും ഒരേ ഫ്ലൂയിഡിലായതുകൊണ്ട് സിയിലുള്ള പ്രഷറും ഡിയിലുള്ള പ്രഷറും സെയിം ആണ്. ഒരേ ലെവലിൽ, ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ ഒരേ ഫ്ലൂയിഡാണ് എന്നുണ്ടെങ്കിൽ പ്രഷർ സെയിം ആയിരിക്കും. പ്രോബ്ലത്തിൽ യൂസ് ഉണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ വേറൊരു ലൈൻ വരയ്ക്കട്ടെ, ഇങ്ങനൊരു ലൈൻ വരയ്ക്കട്ടെ. ഈ പോയിന്റ് ഞാൻ ഇ എന്ന് പേര് കൊടുത്തു, ഈ പോയിന്റിന് എഫ് എന്ന് പേര് കൊടുത്തു. ഇയും എഫും ഒരേ ലൈനിൽ ഒരേ ലെവലിൽ തന്നെയാണ്. പക്ഷേ ഈ യെല്ലോ കളറിലുള്ള ഫ്ലൂയിഡിലും എഫ് വേറൊരു ഫ്ലൂയിഡിലാണ്. അപ്പോൾ പ്രഷർ സെയിം ആവില്ല, ദേ ഹാവ് ഡിഫറെൻറ്റ് പ്രഷർ. മനസ്സിലായാലോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളത് പ്രോബ്ലത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഒരേ ലെവലിൽ ഒരേ ഫ്ലൂയിഡിലാണെന്നുണ്ടെങ്കിൽ ആ 2 പോയിന്റിലും ലെഫ്റ്റ് ആമിലും റൈറ്റ് ആമിലും ഉള്ള പ്രഷർ സെയിം ആയിരിക്കും. നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഡിഫറെൻറ്റ് ഫ്ലൂയിഡിലുള്ള പോയിൻ്റാണ്, ഉദാഹരണത്തിന് ഇയും എഫ് ആണ് കിട്ടണമെങ്കിൽ അവിടെയുള്ള പ്രഷർ സെയിം ആയിരിക്കില്ല. ഓക്കെ, അത് നമുക്കിത് യൂസ്ഫുള്ളാണ് പ്രോബ്ലത്തിൽ.